അമേരിക്കയും ഇറാനും തമ്മിൽ സ്വിറ്റ്സർലൻഡിൽ നടന്നുവരുന്ന സമാധാന ചർച്ചകളിൽ വലിയ പുരോഗതിയുണ്ടായതായി യു.എസ്. വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ് അറിയിച്ചു. ഐക്യരാഷ്ട്രസഭയുടെ ആണവോർജ്ജ ഏജൻസി ഇൻസ്പെക്ടർമാർക്ക് ഇറാനിലേക്ക് തിരികെ വരാനും അവരുടെ ആണവ പദ്ധതികൾ പരിശോധിക്കാനും തത്വത്തിലുള്ള അനുമതി ഇറാൻ നൽകിയിട്ടുണ്ട്. ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നത് ശാശ്വതമായി തടയാനും പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനും ശ്രമിക്കുന്ന അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിജയമാണ്. സ്വിറ്റ്സർലൻഡിലെ ലോസെയ്ൻ തടാകക്കരയിലുള്ള ബർഗർ സ്റ്റോക്ക് റിസോർട്ടിൽ വച്ചാണ് ഇരു രാജ്യങ്ങളുടെയും ഉന്നത പ്രതിനിധികൾ അതീവ രഹസ്യമായി ഈ ചർച്ചകൾ നടത്തിയത്. മേഖലയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള 60 ദിവസത്തെ നയതന്ത്ര നീക്കങ്ങളുടെ തുടക്കമാണിത്. ഇസ്രായേൽ ലെബനനിൽ നടത്തിയ ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ലോകത്തെ പ്രധാന കപ്പൽ പാതയായ ഹോർമോസ് കടലിടുക്ക് വീണ്ടും അടച്ചതായി കഴിഞ്ഞ ശനിയാഴ്ച ഇറാൻ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ചർച്ചകൾ പ്രതിസന്ധിയിലാവുകയും തുടക്കത്തിൽ കടുത്ത അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. എന്നാൽ മധ്യസ്ഥരായ പാകിസ്ഥാന്റെയും ഖത്തറിന്റെയും കഠിന ശ്രമം കൂടിയായതോടെ ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു പോയി. ചർച്ചകളിൽ നിർണായക പുരോഗതി ഉണ്ടായതായി ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാങ്ചിയും സമ്മതിച്ചു. ലെബനൻ യുദ്ധം അവസാനിപ്പിക്കാൻ പാകിസ്ഥാനും ഖത്തറും നടത്തിയ ഇടപെടലുകളെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. അതേസമയം യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ മീഡിയയിലൂടെ ഇറാനെതിരെ ഭീഷണി മുഴക്കിയത് ചർച്ചകളുടെ തുടക്കത്തിൽ വലിയ പിരിമുറുക്കമുണ്ടാക്കി. ലെബനനിൽ ഇറാൻ സഹായിക്കുന്ന ഹിസ്ബുള്ളയെ പോലുള്ള സംഘടനകൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഉടൻ നിർത്തണമെന്നും ഇല്ലെങ്കിൽ കഴിഞ്ഞ ആഴ്ച നൽകിയതിനേക്കാൾ ശക്തമായ പ്രഹരം ഇറാൻ ഉണ്ടാകുമെന്നായിരുന്നു ട്രംപിന്റെ മുന്നറിയിപ്പ്. ഇതിനെതിരെ ഇറാന്റെ മുഖ്യ പ്രതിനിധിയായ പ്രമുഖ നേതാവ് മുഹമ്മദ് ബാഖർ ഗാലിബാഫ് തിരിച്ചടിച്ചു. അമേരിക്കൻ ഭരണകൂടം വാക്കുകളിൽ സൂക്ഷ്മത പാലിക്കണമെന്നും യു.എസ്. വെറുതെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇറാൻ സൈന്യം പ്രവർത്തിച്ച് കാണിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഈ വാക്പോരുകൾക്കിടയിലും വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്, ട്രംപിന്റെ മരുമകൻ ജാരഡ് കുഷ്ണർ എന്നിവരടങ്ങുന്ന യു.എസ്. സംഘം ഇറാൻ പ്രതിനിധികളുമായി 1.5 മണിക്കൂറോളം ചർച്ച നടത്തി. ഈ ചർച്ചകളുടെ ഫലമായി ലെബനനിലെ പോരാട്ടം അവസാനിപ്പിക്കാനും വെടിനിർത്തൽ നിരീക്ഷിക്കാനുമായി ഇരു രാജ്യങ്ങളും ചേർന്ന് ഒരു കോൺഫ്ലിക്റ്റ് സെൽ രൂപീകരിക്കാൻ ധാരണയായിട്ടുണ്ട്. ലെബനൻ സർക്കാരും ഉൾപ്പെടുന്ന ഈ സമിതി അവിടെ സൈനിക നീക്കങ്ങൾ പൂർണ്ണമായി അവസാനിപ്പിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുമെന്ന് പാകിസ്ഥാനും ഖത്തറും അറിയിച്ചു. എന്നാൽ ലെബനനിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേൽ തങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നവർക്കെതിരെ തിരിച്ചടിക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യം വേണമെന്ന വാശിയിലായതിനാൽ ഈ സമിതി എത്രത്തോളം വിജയിക്കുമെന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയമുണ്ട്. 18 മണിക്കൂർ നീണ്ട തീവ്രമായ ചർച്ചകൾക്ക് ശേഷം ഇറാന്റെ പ്രധാന നേതാക്കൾ സ്വിറ്റ്സർലൻഡിൽ നിന്നും സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി. എങ്കിലും ബാക്കി വരുന്ന സാങ്കേതിക കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഒരു പ്രത്യേക സംഘം അവിടെ തന്നെയുണ്ട്. ഈ ആഴ്ചയിലുടനീളം നടക്കുന്ന താഴെത്തട്ടിലുള്ള ചർച്ചകളിലൂടെ വലിയൊരു വഴിത്തിരിവുണ്ടാക്കി. പിന്നീട് ഉന്നത ഉദ്യോഗസ്ഥർ വന്ന് അന്തിമ കരാറിൽ ഒപ്പുവയ്ക്കാനാണ് ഇരുവിഭാഗവും ലക്ഷ്യമിടുന്നത്. ഹോർമോസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം സുരക്ഷിതമാക്കുന്നതും ആണവ പ്രശ്നങ്ങളും ഈ ചർച്ചകളിൽ പ്രധാന വിഷയമാകും. ഇതിനു പുറമെ ഉപരോധങ്ങൾ കാരണം മരവിപ്പിച്ചു വെച്ചിരിക്കുന്ന ഇറാന്റെ ആസ്തികൾ വിട്ടു നൽകുന്നതുമായി ബന്ധപ്പെട്ട് ജാരഡ് കുഷ്ണറും ഖത്തറും ചേർന്ന് ഒരു പുതിയ പദ്ധതി മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് വാൻസ് വെളിപ്പെടുത്തി. ഈ പണം കൈകാര്യം ചെയ്യാനുള്ള പൂർണ്ണ നിയന്ത്രണം അമേരിക്കയ്ക്കായിരിക്കും. ഈ പണം വിട്ടു നൽകുകയാണെങ്കിൽ അത് അമേരിക്കൻ കർഷകരിൽ നിന്ന് വൻതോതിൽ ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങി ഇറാനിലെ ജനങ്ങൾക്ക് നൽകാൻ മാത്രമായിരിക്കും ഉപയോഗിക്കുകയെന്ന് ജെ.ഡി. വാൻസ് വ്യക്തമാക്കി.